പുനർനവാസം എന്തിനാണെന്നല്ലേ അറിയണ്ടേ? എന്നാ പിടിച്ചോ, വിശദമായിട്ട് പറഞ്ഞുതരാം. പുനർനവ എന്ന് പറഞ്ഞാൽ തഴുതായ്മയാണ്. സംസ്കൃതത്തിൽ തഴുതായ്മയുടെ പേരാണ് പുനർനവ. അപ്പോൾ ആ പേരാണ് ഈ ആസവത്തിന് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് നീരിനുള്ളതല്ലേ, യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളതല്ലേ എന്നൊക്കെ സംശയം വന്നിട്ടുള്ളത്. അതായത് തഴുതായ്മ ഇത്തരം അവസ്ഥകൾക്കാണ് എല്ലാവർക്കും അറിയാലോ, എല്ലാ മലയാളിക്കും അറിയാം. നമ്മൾ പത്തിലക്കറിയിലൊക്കെ തഴുതായ്മ ഇടയില ചേർത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് സാധാരണ ചീര പോലെ ഉപയോഗിക്കാറുണ്ട് തഴുതായ്മയുടെ. അതൊക്കെ സത്യമാണ്. പക്ഷേ എന്നാൽ പുനർനവാസത്തിൽ ഒരുപാട് ഒട്ടനവധി മരുന്നുകൾ ഇനി വേറെ ഉണ്ട്. അതെല്ലാം വിശദമായിട്ട് പറയാം. ഏതേത് അവസ്ഥയിൽ ഇത് കൊടുക്കണം, എങ്ങനെ തയ്യാറാക്കണം, എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് തഴുതായ്മ ചേർത്തിട്ടാണ് പുനർനവാസം ഉണ്ടാക്കണേ, അതറിയാം. പക്ഷേ ഇതിൽ 24 കൂട്ടം ഔഷധദ്രവ്യങ്ങളുണ്ട് ആകെ, എല്ലാം ചേർത്തിട്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. അതായത് ആദ്യമായിട്ട് നമുക്ക് കടുക്ക നെല്ലിക്ക താനിക്ക, ത്രിഫല കടുക്ക നെല്ലിക്ക താനിക്കാണ് ത്രിഫല. ഇനി തൃഗഡു, അത് ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇത് നിങ്ങൾക്കറിയാലോ, ഈ 6 കൂട്ടം. പിന്നെ മരമഞ്ഞത്തൊലി, ഞെരിഞ്ഞിൽ, തഴുതായ്മ, ചെറുവഴുതിന് പേര്, വെൺവഴുതിന് പേര്, ആടലോടക പേര്, വേപ്പിൻ തൊലി, കടുകുരോഹിണി, പിന്നെ നമുക്ക് അത്തിത്തിപ്പലി പേര്, പിന്നെ അമൃതിൻ്റെ 100, ഇതൊക്കെ ചേരുന്നുണ്ടല്ലേ. പടവലത്തണ്ട്, കടുരോഹിണി, ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കണം. അപ്പോൾ ഇതൊക്കെ ഓരോ ഫലം വീതം അങ്ങനെ 20 കൂട്ടം വരുന്നു. ഇനി ഇതിന് സമമായിട്ട് നമ്മൾ ഉണക്കമുന്തിരി എടുക്കും. ഉണക്കമുന്തിരിയും ചേരുന്നുണ്ട്. അപ്പോൾ മേൽ പറഞ്ഞ 20 മരുന്നുകൾ ഓരോ ഫലം വീതം. ഇനി ഇതിന് സമം, അതായത് 20 ഫലം ഉണക്കമുന്തിരി ചേരുന്നുണ്ട്. അത് കൂടാതെ നമുക്കിതിൽ പിന്നെ പഞ്ചസാര ചേർക്കണം, തേൻ ചേർക്കണം, ഇതൊക്കെ ഇതിൽ ചേരുന്നുണ്ടേ. അപ്പോൾ ഇത്രയും മരുന്നുകൾ, ഏകദേശം 24 തരം ഔഷധദ്രവ്യങ്ങൾ ചേർത്തിട്ടാണ് പുനർനവാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ പൊടിച്ച് അതിൽ ഈ തേനും പഞ്ചസാരയും ചേർത്ത് താതിരിപ്പൂവ് 16 ഫലം താതിരിപ്പൂവുണ്ട്, 20 ഫലം ഉണക്കമുന്തിരി ഉണ്ട്. ഓരോ ഫലം ഈ പറഞ്ഞ 20 കൂട്ടം മരുന്നുകൾ. ഒന്നുകൂടെ പറയണോ? അതായത് ത്രിഫല, തൃഗഡു, കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട്, ചുക്ക്, കുരുമുളക്, തിപ്പലി, പിന്നെ മരമഞ്ഞത്തൊലി, ഞെരിഞ്ഞിൽ, തഴുതായ്മ, ചെറുവഴുതിന് പേര്, വെൺവഴുതിന് പേര്, ആടലോട പേര്, വേപ്പിൻ തൊലി, കടുകുരോഹിണി, പിന്നെ കൊടിത്തുവ പേര്, മനസ്സിലായോ? ഇത്തരം സംഗതികളൊക്കെ ചേരുന്നുണ്ട്. പിന്നെ അത്തിത്തിപ്പലി പേര്, ഇതും ചേരും, മനസ്സിലായോ? പിന്നെ അമൃതിൻ്റെ 100 എന്ന് പറഞ്ഞാൽ ചിറ്റമൃതില്ലേ, ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീര് വെള്ളത്തിൽ കലക്കി ഇങ്ങനെ വെക്കുക. അതൊരു രാത്രി വെച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ ഊറി വരും, ഒരു വെളുത്ത പൊടി പോലെ. ഇതിനാണ് അമൃതിൻ 100 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട്, അപ്പോൾ ഇതെല്ലാം 20 കൂട്ടം വരുന്ന 20 ഫലം. അങ്ങനെ അതിൻ്റെ കൂടെ 20 ഫലം ഉണക്കമുന്തിരി, പിന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട്, തേൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് 16 ഫലം താതിരിപ്പൂവ്, ഇതെല്ലാം ചേർത്ത് 32 ഇടങ്ങഴി വെള്ളത്തിൽ കെട്ടി വയ്ക്കും. അപ്പോൾ ആസവം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷായമൊന്നും തയ്യാറാക്കണ്ട. നേരെ ഈ പൊടിമരുന്നുകൾ എല്ലാം കൂടി ഈ 16 ഇടങ്ങഴി വെള്ളത്തിൽ നല്ല കുടത്തിൽ വെച്ച് കെട്ടി വയ്ക്കുകയാണ് 1 മാസത്തോളം, മനസ്സിലായോ? അങ്ങനെയാണ് ആസവം തയ്യാറാക്കുന്നത്. അങ്ങനെ 1 മാസം കഴിയുമ്പോൾ അരിച്ചെടുക്കുക. അപ്പോൾ ഇത് കേട്ടപാടെ നിങ്ങൾ കുടം പുനർനവാസം ഉണ്ടാക്കാനുള്ള കുടം തപ്പിയൊന്നും പോകണ്ട, അവിടെ ഇരുന്ന് കേൾക്ക്. അതായത് ഇത് ഉണ്ടാക്കാൻ 3 തരത്തിലുള്ള ലൈസൻസ് നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കമ്പനികൾക്ക് തയ്യാറാക്കാൻ L2 ലൈസൻസ് വേണം, ആയുർവേദ ഡോക്ടർമാർക്ക് തങ്ങളുടെ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് L3 ലൈസൻസ് വേണം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ രോഗികൾക്കൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം അളവിൽ സൂക്ഷിക്കണമെങ്കിൽ അതിന് L3 ലൈസൻസ് വേണം. അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ ലൈസൻസുകൾ ഉണ്ടെങ്കിൽ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ കൊണ്ടുകൂട്ടോ. എനിക്ക് കൊണ്ടുവരാൻ വരാനൊന്നും പറ്റില്ല, ഞാനിപ്പോൾ ഒത്തിരി തിരക്കില്ല, ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ്, അതായത് മനസ്സിലായോ? അപ്പോൾ ആരും ഉണ്ടാക്കാൻ മുതിരണ്ട, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. നിന്നെ ഔഷധങ്ങൾ ഇങ്ങനെ രോഗാവസ്ഥകളൊക്കെ ഉപയോഗിക്കാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതെന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ധരിക്കും ഇപ്പോൾ നീരിനാണ് പുനർനവാസം എന്ന് ധരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നീരിന് മാത്രമല്ല വേറെ ഒട്ടനവധി സംഗതികളുണ്ട്, വഴി പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം, മനസ്സിലായോ? അപ്പോൾ ഒരുപാട് രോഗാവസ്ഥകൾ പ്രയോഗിക്കാൻ പറ്റിയൊരു ഔഷധമാണ്. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഉപരി ഇത്തരം ഗുണങ്ങൾ ഇതിനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയ്ക്ക് നിങ്ങൾക്ക് അതിന് ആയുർവേദത്തിൽ ചികിത്സ ഉണ്ടെന്ന് അറിവില്ല. അത്തരം അജ്ഞതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ. എൻ്റെ ശ്രമം അതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇത് നിർമ്മിക്കാനൊന്നും നിങ്ങൾ തുനിയണ്ട. ഓക്കെ, പിന്നെ ഈ ചാനലിൽ പറഞ്ഞ ഏത് ഔഷധങ്ങളും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൺസൾട്ടേഷന് ശേഷം മാത്രം ഉപയോഗിക്കാനും കൂടെ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ പുനർനവാസത്തിലെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു നമ്മൾ. ഓക്കെ, അധികം ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ കണ്ടൻസ് പറഞ്ഞു, തയ്യാറാക്കേണ്ട വിധം ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇത് അവസ്ഥകളിൽ പ്രയോഗിക്കാൻ നമുക്ക് നോക്കാം. അതായത് ഇത് നമുക്ക് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ, യകൃത് രോഗങ്ങൾ, പ്ലീഹ രോഗങ്ങൾ, അതായത് സ്പ്ലീൻ എൻലാർജ്മെൻറ്റ്, സ്പ്ലെനോമെഗാലി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. പിന്നെ ഗുന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വീർത്ത് വരിക, ഗ്യാസ്, വായുവൈഷമ്യം കൊണ്ട് വായു ബ്ലോക്കായിട്ട് വയറ് വീർത്ത് വരിക, ഏമ്പക്കമായിട്ടോ തിരിശ്വാസമായിട്ടോ പോവുക. ഇനി അത് പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായിട്ട് നിന്ന് ഇങ്ങനെ മുഴ പോലെയൊക്കെ വരിക, വായു ഉരുണ്ട് കൂടിയിട്ടേ, ആ അവസ്ഥ തന്നെയാണ് ഗുന്മം എന്ന് പറയുന്നത്. അപ്പോൾ ഗുന്മം പോലുള്ള അവസ്ഥയിൽ മഹോദരം എന്ന് പറഞ്ഞ അസൈറ്റീസ്, ഇങ്ങനെ നമ്മുടെ പെരിട്ടോണിയൽ ലെയറിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് വയറിങ്ങനെ ചാടി വരും, ഫ്ലൂയിഡ് കൂടി വരും, മഹോദരം, അതിന് അസൈറ്റീസ് എന്ന് വിളിക്കും. ആ അവസ്ഥയിൽ ഇത് പ്രയോഗിക്കാം. അതുപോലെ ലിവർ ഡിസോർഡേഴ്സ്, യകൃത് വികാരങ്ങൾ, യകൃത്ത് എന്നാണ് സംസ്കൃതത്തിൽ ആയുർവേദത്തിൽ ലിവറിനെ പറയുക. അപ്പോൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ, അതായത് ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ജോണ്ടിസ്, ഇത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ പ്ലീഹ എന്ന് പറഞ്ഞ സ്പ്ലീൻ എൻലാർജ്മെൻറ്റ്, സ്പ്ലെനോമെഗാലിക് ക്യാൻസർ കണ്ടീഷനാണ്, അതിൽ പോലും ഉപയോഗിക്കാം.
പിന്നെ യൂറിനറി ഇൻഫെക്ഷന്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അപ്പോൾ ഗുന്മം, പിന്നെ ഗുന്മം ജ്വരത്തിന് ഉപയോഗിക്കാം. അതായത് അമൃതിൻ്റെ 100 ഇതിൽ ചേരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ പനി എന്ന് പറഞ്ഞാൽ പനി മാത്രമല്ല, എന്ത് ഇൻഫെക്ഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴും നമുക്കൊരു ഫീവറിഷ് ഫീലിംഗ് ഉണ്ടാവും. തണുപ്പും കുളിരും, കാറ്റ് പറ്റാതിരിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുക, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, AC പറ്റില്ല, ഇങ്ങനത്തെ. അപ്പോൾ ഒരു ചെറുങ്ങനെ ഒരു കുളിർ അനുഭവപ്പെടും, വായ്ക്ക് കയ്പൊക്കെ അനുഭവപ്പെടുക, മേലും കൈയൊക്കെ വേദന. ഇതിനൊക്കെ തന്നെ ജ്വരം എന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥ. ഈ മേൽപ്പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇത്തരം ഇൻഫെക്ഷൻ ഉണ്ടാവും, ജ്വരം പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ജ്വരത്തിന് പാടില്ല. പിന്നെ അമ്ലപിത്തത്തിന് ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. അമ്ലപിത്തത്തിന് കഴിക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ ഗുന്മരോഗം നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ വയറ് വീർത്ത് വരിക, വയറിലും ഉരുണ്ടുകൂടി ഗ്യാസ്, വായു ഉരുണ്ടുകൂടിയിട്ട് മുഴകളുണ്ടാവുക, അങ്ങനത്തെ അവസ്ഥ, ഗുന്മം. പിന്നെ മഹോദരം, അസൈറ്റിസ്, സ്പ്ലെനോമെഗാലി, സ്പ്ലീൻ എൻലാർജ്ഡ് അസുഖങ്ങൾ, പിന്നെ ലിവർ ഡിസോർഡേഴ്സ്. ഇത്തരം രോഗങ്ങൾ പൊതുവെ ഉപയോഗിക്കാമെന്ന് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഇതിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ധാരാളം അവസ്ഥകൾ മറ്റ് ഔഷധങ്ങളോടുകൂടെ യോജിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് മാത്രം ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അതായത് കായം സാമ്പാറുണ്ടാക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് കായം മാത്രം കഴിച്ചാൽ ശരിയാവില്ലോ, സാമ്പാറാവില്ല എന്ന് പറഞ്ഞ പോലെ പുനർനവാസം ഇത്തരം രോഗാവസ്ഥകളൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു കൺസൾട്ടേഷന് ശേഷം നിങ്ങൾക്ക് ഓരോ വ്യക്തികളും വ്യത്യസ്തരല്ലേ. അപ്പോൾ ഏതേത് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മറ്റ് ഔഷധങ്ങളോടുകൂടെ ചേർത്ത് ഇത് ഉപയോഗിക്കും. മനസ്സിലായി? അല്ലാതെ ഇതിപ്പോൾ ലിവർ ഡിസോർഡർ മുഴുവൻ പുനർനവാസം കഴിച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ സ്പ്ലീനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, അല്ലെങ്കിൽ അമ്ലപിത്തം എന്ന് പറഞ്ഞാൽ അസിഡിറ്റി, ഗുന്മം എന്ന് പറഞ്ഞാൽ ഈ വയറ് വീർത്ത് വരുന്ന അവസ്ഥ, അതുപോലെ അസൈറ്റിസ്, ഇത്തരം രോഗാവസ്ഥകൾ പുനർനവാസവും മാത്രം കഴിച്ചാൽ മാറും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായി? മറ്റ് ഔഷധങ്ങളോട് കൂടെ ചേർത്ത് ഈ ഔഷധം ഉപയോഗിക്കാമെന്ന് മാത്രം. ഓക്കെ, അതിനും കൂടെ ഉപയോഗിക്കാവുന്നതാണ് ഇതെന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ജ്വരം, അമ്ലപിത്തം, ഗുന്മം, മഹോദരം, യകൃദ്വികാരങ്ങൾ, പ്ലീഹാവൃദ്ധി, ഇതിനൊക്കെ ഉപയോഗിക്കാം. അസൈറ്റിസ്, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. അതുകൂടാതെ നമുക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, മൂത്രം, യൂറിൻ തഴായ്മയൊക്കെ ഉള്ളതുകൊണ്ടും, അതുപോലെ ആമപാചനം ഉണ്ടാവും. ഈ ചിറ്റമൃതുണ്ട്, പിന്നെ ചെറുവഴുതിനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞെരിഞ്ഞിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൂത്രളമാണ്. അപ്പോൾ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, കിഡ്നി സ്റ്റോൺ, മൂത്രാഘാത രോഗങ്ങൾ എന്ന് പറയും, മൂത്രാശ്മരി, മൂത്രാഘാതം എന്ന് പറഞ്ഞാൽ കിഡ്നി സംബന്ധമായ, മൂത്രനാളി സംബന്ധമായ, അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, കിഡ്നി സ്റ്റോൺ, ഇത്തരം രോഗാവസ്ഥകൾ, കിഡ്നി രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലിവർ സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് അവസ്ഥയിലുണ്ടാകുന്ന ചെറുങ്ങനെയുള്ള ഫീവറിഷ് ഫീലിംഗ്, ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പനി, ജ്വരം, ആ അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് രക്തവാത രോഗികളിൽ ഉപയോഗിക്കാം. രക്തവാത രോഗികൾ ഇങ്ങനെ ജോയിൻറ്റ് തോറും നീരും വീക്കൊക്കെ ഉണ്ടാവും, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇതിനോടനുബന്ധിച്ചുണ്ടാവാറുണ്ട്, കിഡ്നി രോഗങ്ങളോടനുബന്ധിച്ചുണ്ടാവാറുണ്ട്, രക്തവാത രോഗികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അത്തരം അവസ്ഥയിലൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ ഹൃദയത്തിൽ നീർക്കെട്ടുണ്ടാക്കി ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ മറ്റ് ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ അതിനോട് കൂടെ ചേർത്ത് ഉപയോഗിക്കാം. ബ്രെയിനിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന അവസ്ഥയിൽ അത്തരം ചികിത്സയിലും ഇത് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വൈഡ് റേഞ്ച് ഒരുപാട് രോഗാവസ്ഥയിൽ ചേർക്കാം. ഇനിയിപ്പോൾ സ്കിൻ ഡിസീസുകളില്ലേ, പലതരം കരപ്പൻ പോലുള്ള രോഗാവസ്ഥകൾ മരുന്നുകൾ നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഇനി അനീമിയ, പാണ്ഡു എന്നാണ് വിളിക്കുക, അനീമിയ എന്ന് പറയും, രക്തക്കുറവ്, വിളർച്ച, അത്തരം രോഗാവസ്ഥയിൽ ചികിത്സിക്കുമ്പോഴും പുനർനവാസവും വേണ്ടി വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, വെള്ളപ്പാണ്ടില്ലേ, ലുക്കോഡേമ, നിങ്ങൾ പാണ്ഡു എന്ന് വിളിക്കുന്നത് തന്നെയാണ്, പക്ഷേ ആയുർവേദത്തിൽ പാണ്ഡു എന്ന് പറഞ്ഞാൽ അനീമിയ, രക്തക്കുറവിനെയാണ്. അപ്പോൾ ആ പാണ്ഡുവിൽ ഉപയോഗിക്കാം, വെള്ളപ്പാണ്ടിനും ലൂക്കോഡേമയിൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇൻഫ്ലമേഷൻ, എന്ത് ശോഭം, ശുശ്രുതാചാര്യം പറഞ്ഞിട്ട് രോഗങ്ങളെല്ലാം തന്നെ ശോഭം കൊണ്ടാണ് സമുദ്ഭവം, ശോഭത്തു നിന്നാണ് മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ശുശ്രുത. അപ്പോൾ അതുകൊണ്ട് തന്നെ പുനർനവാസവും ഒരുപാട് രോഗാവസ്ഥകൾ രോഗിയുടെ അവസ്ഥ അനുസരിച്ച്, രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, ഡോക്ടറുടെ യുക്തിക്ക് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കാറുണ്ട്, മറ്റ് ഔഷധങ്ങളോട് കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്നാലും പൊതുവെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നീരിന് ഉപയോഗിക്കാം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉപയോഗിക്കാനൊക്കെ. പക്ഷേ അതും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും അവസ്ഥകളുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ഡോസ്, പിന്നെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട മരുന്നുകൾ, ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഹാരവിഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഥ്യം നിങ്ങൾ വിചാരിക്കുന്നത് ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അത് തെറ്റാ, അതല്ല. സത്യത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ രോഗം ഉണ്ടായി, ആ രോഗം ഉണ്ടാവാൻ കാരണമായ ആ പ്രോസസ്സിനെ കട്ട് ചെയ്യണമെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൂടി നിങ്ങൾ ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ രോഗാവസ്ഥ ഇല്ലാതാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശദമായ ഒരു കൺസൾട്ടേഷൻ വേണം. അതിനുവേണ്ടി കൺസൾട്ടേഷൻ വേണം എന്ന് ആവർത്തിച്ച് പറയുന്നത്. മനസ്സിലായോ? തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ അത് ഇനി അപകടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ആയുർവേദ ഔഷധങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അപകടാവസ്ഥയൊന്നും ഉണ്ടാവുന്നില്ല, പക്ഷേ അതിൻ്റെ ഗുണം ആവശ്യത്തിന് കിട്ടില്ല എന്ന് വരും. അതുകൊണ്ടാണ് അത് നിർബന്ധിക്കുന്നത്. അപ്പോൾ ഇത്തരം രോഗാവസ്ഥകളിൽ കൂടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇത് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു മാത്രം. അതായത് യോഗത്തിൽ ആചാര്യന്മാർ പറയാത്ത ചില സംഗതികളാണ് ഇതൊക്കെ. ഈ ബ്രെയിൻ ഡാമേജസ്, ഇൻഫ്ലമേഷൻ, അതുപോലെ ഹൃദയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കിഡ്നി സംബന്ധമായിട്ട് മൂത്രാശയ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷനും, സ്കിൻ ഡിസീസ്, കരപ്പൻ പോലുള്ള അവസ്ഥകൾ, അനീമിയയിൽ, പാണ്ഡുരോഗം. മനസ്സിലായില്ലേ? അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുവിലിക്കിഴങ്ങ് ശുദ്ധി ചേർത്ത് ചേർക്കുന്നുണ്ട്, മറ്റേ കൊടിത്തുവേരുണ്ട്, പടവലത്തണ്ടുണ്ട്, അതൊക്കെ ചേരുന്നുണ്ട്, വേപ്പിൻ തൊലിയുണ്ട്. അപ്പോൾ അതൊക്കെ സ്കിന്നിന് നല്ലതാണ്, രക്തശുദ്ധി വരുത്താൻ നല്ലതാണ്, അപ്പോൾ ലിവറിന് നല്ലതാണ്, സ്പ്ലീനിന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്. അപ്പോൾ പിന്നെ ഇതൊരു ആ മേഖലയിലുള്ള ഒരുപാട് രോഗാവസ്ഥകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. വീഡിയോ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തരും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യും വേണം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് അറിവുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. ആദ്യം ആയുർവേദം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്തോളൂ.